സഹോദരങ്ങളെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് വിസ്റ്റം സഹോദരങ്ങളോട് ഞങ്ങൾ വളരെ കൃത്യമായി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്, നിങ്ങളുടെ വാദത്തിന് ആയത്തെവിടെ, ഹദീത്ത് എവിടെ? ഒരായത്ത് വേണ്ട അര ആയത്ത് എവിടെ? ഒരു ഹദീത്ത് വേണ്ട അര ഹദീത്ത് എവിടെ? ലൈഫ് പറ്റൂല. ദുർബലമായ ഹദീസ് നിങ്ങൾക്ക് ഒന്നാണെങ്കിൽ സമസ്തക്കാർക്ക് 10,000 ഉണ്ട്. ദുർബലമായ ഹദീസ് നിങ്ങൾക്ക് ഒന്നേയുള്ളൂവെങ്കിൽ സമസ്തക്കാർക്ക് മരിച്ചവർ വിളിക്കാൻ ആയിരക്കണക്കിന് ഹദീസുകൾ ദുർബലമായവർ ധരിക്കും. അതുകൊണ്ട് ദുർബലം വേണ്ട. സ്വഹീഹായ ഹദീസ് ഉണ്ടോ? ഒരു ഹദീസല്ല അര ഹദീസ് മതി. വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടോ? അത് ഒരായത്ത് വേണ്ട അര ആയത്ത് മതി. അപ്പോൾ ഉടൻ തന്നെ മൊബൈൽ എടുക്കും. ക്ലിപ്പുണ്ട്. ഇവർ മരിച്ചു പോകുമ്പോൾ കൂടെ ഇത് കൂടെ കൊടുത്തു വിടണം. കാരണം അവിടെ കബറിൽ വന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക, പ്ലീസ് വൈറ്റ്. ക്ലിപ്പുണ്ട്. വമാ ദീനുക, വെയിറ്റ്, ക്ലിപ്പിട്ട് തരാം. ഇങ്ങനെ ഒരു ദീൻ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? ആരാണ് നിങ്ങൾക്ക് ഈ ക്ലിപ്പ് ദീൻ പഠിപ്പിച്ചത്? നിങ്ങളുടെ ആ അസിലിന് ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്നാ ചോദിച്ചത്, തെളിവുണ്ടോ എന്നാ ചോദിച്ചത്, ക്ലിപ്പുണ്ടോന്നല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം കുറേ ക്ലിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചു കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ സ്ഥിരമായി ഇട്ടുകൊള്ളുക. എന്നിട്ട് രാവിലെ ഉച്ചക്ക് വൈകിട്ട് അങ്ങനെ ഇടാൻ വേണ്ടി നിയോഗിച്ച മനുഷ്യരുണ്ട്, സാധുക്കൾ. ഗീബൽസിനെ പറ്റി പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഹിറ്റ്ലറുടെ കാലത്ത് ജീവിച്ച ഗീബൽസ്. ആ ഗീബൽസ് ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ കളവിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക, നുണയിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ നുണയാവർത്തിച്ചുകൊണ്ട് വിസ്റ്റം വിഭാഗത്തിലെ ഒരു സംഘം ആളുകൾ വളരെ കൃത്യമായി സോഷ്യൽ മീഡിയകൾ ഇങ്ങനെ എഴുതാനിരിക്കുകയാണ്. അത്രയൊന്നും പണിയില്ല. നിങ്ങൾ ആ ക്ലിപ്പ് മുറിക്കുന്ന പണിയില്ല, നിങ്ങൾ ആ ക്ലിപ്പ് സെൻഡ് ചെയ്യുന്ന പണിയില്ല, അല്ലെങ്കിൽ അത് കൂട്ടിച്ചേർക്കുന്ന പണിയില്ല, 2 ക്ലിപ്പുകൾ ഒന്നിച്ചാക്കുന്ന പണിയില്ല. ആയത്തെവിടെ, ഹദീസ് എവിടെ? ആയത്തെവിടെ, ഹദീസ് എവിടെ? ദലീൽ എവിടെ? പ്രമാണം എവിടെ? അള്ളാഹുവിന്റെ ദീനാണോ നിങ്ങൾ പറയുന്നത്? മുഹമ്മദുർ റസൂൽ പഠിപ്പിച്ച ആദർശമാണോ നിങ്ങൾ പറയുന്നത്? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന് അല്ലാഹ് പഠിപ്പിച്ച ദീനാണോ നിങ്ങൾ പറയുന്നത്? വിസ്റ്റം പ്രവർത്തകരെ, നിങ്ങളോട് ചോദിക്കുന്നു, ആയത്തെവിടെ, ഹദീസ് എവിടെ? ഒറ്റ ചോദ്യം. അതിന് നിങ്ങൾ ക്ലിപ്പ് മുറിക്കുന്ന പണിയില്ല, അത്രയും പ്രയാസമില്ല. ആയത്തെവിടെ, ഹദീസ് എവിടെ? അതിനാണ് മറുപടി പറയേണ്ടത്. എവിടെ ആയത്ത്, എവിടെ ഹദീസ്? നിങ്ങളൊരു ആയത്ത് ഓതിയിട്ടുണ്ട്, അൻആമിലെ ആയത്ത്. ആ ആയത്ത് കരിഞ്ചന്ത നടത്തിയതാണ് നിങ്ങൾ. അന്യഭാഷ സംസാരിക്കാത്ത ഒരാള് അന്യഭാഷ സംസാരിക്കുമെന്ന് പറഞ്ഞത് ആര് പറഞ്ഞു? അനസ് മൗലവി പറഞ്ഞത്. എനിക്കറിയാം, നിങ്ങളുടെ ക്ലിപ്പുണ്ടെന്ന് എനിക്കറിയാം. ക്ലിപ്പേ ഉള്ളൂ, അതും എനിക്കറിയാം. മനസ്സിലായി. ഇതന്നെ ക്ലിയർ ചെയ്യില്ലേ? കുറച്ച് കാലമായിട്ട് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചത്, ഒരാളെ ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാല് അത് കുറച്ച് ആവശ്യമാണ്. ക്ലിപ്പുണ്ടാവും നിങ്ങളുടെ കയ്യിൽ. ക്ലിപ്പ് ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ കൊച്ചി പ്രസംഗിച്ചതിന് ക്ലിപ്പ് ഉണ്ടാക്കിയില്ലേ? ഞാൻ പറഞ്ഞ മെറിറ്റിൽ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞോ? ഇല്ലല്ലോ. മാനം കാക്കുന്നു പറഞ്ഞതിന് മറുപടി പറയാൻ വന്നു. എന്ത്? അതിന് മാനം കാക്കുന്നതിന് ഞങ്ങളുടെ മാനം കാക്കണ്ടെന്ന്. അവർക്കൊരു മാനം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ തർക്കമാണ് അവർക്ക്. അപ്പോൾ മാനം മനസ്സ് കാക്കണ്ട. ഞാൻ ഉദ്ദേശിച്ചത് മൻ സത്ര മുസ്ലിമൻ സത്രഹുല്ലാഹു യൗമൽ ഖിയാമ. ഒരു മനുഷ്യന്റെ ന്യൂനത ദുനിയാവിൽ ആരെങ്കിലും മറച്ചു വെച്ചാൽ അള്ളാഹു അവന്റെ ന്യൂനത ആഖിറത്തിൽ മറച്ചു വെക്കുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മാനം കാക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഞങ്ങൾ കാക്കണമല്ലോ എന്ന് പറഞ്ഞു. അതിന് മറുപടി പറഞ്ഞ ആളുകൾ എന്തുകൊണ്ട് ജബ്ബാർ മൗലവിക്കൽ ഹുസൈൻ സലഫി പോയതിന് എന്തെങ്കിലും ഒരു തിരുത്ത് ജബ്ബാർ മൗലവി കൊടുത്തോ, എന്തെങ്കിലും ഒരു തിരുത്ത് ജബ്ബാർ മൗലവി കൊടുത്തോ എന്ന ചോദ്യത്തിന് മെറിറ്റിൽ മറുപടി പറയാൻ കഴിയില്ല. പക്ഷേ ഈ കഷ്ടങ്ങളിപ്പിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞു. നിങ്ങൾ മിടുക്കന്മാരെന്ന് ഞങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഇവിടെ തനിക്ക് വശമില്ലാത്ത ഭാഷ സംസാരിക്കുമെന്ന് അനസ് മൗലവി ഉപദ്രവങ്ങൾ എണ്ണിപ്പറഞ്ഞപ്പോൾ പറഞ്ഞു. അതിന് ക്ലിപ്പുണ്ട്, നിങ്ങളുടെ ക്ലിപ്പുണ്ടാവും. നിങ്ങൾ ഉണ്ടാക്കുന്ന ക്ലിപ്പുകൾ മുഴുവനും ഈ തരത്തിലുള്ള ക്ലിപ്പുകളാണ്. മനസ്സിലാക്കിക്കോ. നിങ്ങൾ പാവപ്പെട്ട പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ വിളിച്ചിരുത്തിയിട്ട് തിരുവനന്തപുരത്ത് വെച്ച് എൻ്റെ ഒരു ക്ലിപ്പിട്ടു. മനസ്സിലാക്കണം. ആ ക്ലിപ്പടക്കം നിങ്ങൾ നടത്തുന്ന കൃത്രിമം. ഞാൻ പണ്ട് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി വരുമ്പോൾ പറയുമായിരുന്നു, ഈ പാവപ്പെട്ട വിസ്റ്റം പ്രവർത്തകർ ഇപ്പോഴെല്ലാം അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുക, എന്നിട്ട് അതുവഴി ഇങ്ങോട്ട് വരട്ടെ. കാര്യം അദ്ദേഹം ഈ പറയുന്ന വിസ്റ്റം പണ്ഡിത സഭയിൽ അംഗത്തുള്ള ആൾ. അങ്ങനെ ഒരു ക്ലിപ്പ് വരുമ്പോഴല്ലേ നമുക്കത് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ ക്ലിപ്പുകൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് അതുവഴി ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇട്ട ക്ലിപ്പിനൊക്കെ നമ്മൾ കാര്യമായ മറുപടി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല, വരുന്നില്ല. അവസാനം ഞാൻ കടന്നു നിർത്തിയിരിക്കുകയാണ് മൂപ്പര് വരുന്ന പ്രതീക്ഷയിൽ. ഏതായാലും ഈ പരിപാടിക്ക് ശേഷം അദ്ദേഹം വരുമെന്ന് വിചാരിക്കാം. സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ഇദ്ദേഹം അല്ലെങ്കിൽ ഇവരെ പോലെയുള്ള വിസ്റ്റംവാദികൾ നടത്തുന്ന കൃത്രിമങ്ങൾ, ആ കൃത്രിമങ്ങളുടെ തെളിവാണിത്. യഥാർത്ഥത്തിൽ മതിലകത്ത് വെച്ച് ഞാൻ നടത്തിയ പ്രസംഗമാണ്. മതിലകത്ത് വെച്ച് ഇതേ അൻസാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സഹോദരൻ വന്ന് ചോദിച്ചപ്പോ, മർക്കസുദ് ദഅവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത് കാര്യമായി കൊണ്ടാടിയപ്പോ ഞാൻ അത് സംബന്ധമായി ചോദിച്ച ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൽ അന്ധവിശ്വാസവും മാധ്യമങ്ങളും പിശാചിന്റെ സൗഹൃദവും എന്ന് പറയുന്ന ശബാബിലെ ലേഖനത്തിൽ CM മടവൂര് എഴുതി വെച്ച ഒരു വാചകം, CM മൗലവി മനസ്സിലാക്കി മാറിപ്പോണ്ട, CM മൗലവി എഴുതി വെച്ച ഒരു വാചകം, ആ വാചകം ഇതിലുള്ളത് ഞാൻ വായിച്ചതാണ്. തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക, ഭൂതകാല കാര്യങ്ങൾ പറയുക,
പ്രത്യേക ചേഷ്ടകൾ കാണിക്കുക, രൗദ്രമായി പെരുമാറുക എന്ന് തുടങ്ങി പല അത്ഭുത പ്രതിഭാസങ്ങളും ഈ ഖരീൻ മൂലം ഉണ്ടാകാം. വിശുദ്ധ ഖുർആനിലെ 113 114 അധ്യായങ്ങൾ ഇവയിൽ നിന്നുള്ള രക്ഷയുടെ മോചനത്തിന്റെയും സന്ദേശം നൽകുന്നു എന്ന ഈ ഉദ്ധരണി, CM മൗലവി എഴുതിയ ഉദ്ധരണി വായിച്ചത് ഇവർ മുറിച്ച് അനസ് മൗലവി കണ്ടോ ജിന്ന് ബാധ കയറി തനിക്ക് വശമില്ലാത്ത ഭാഷ സംസാരിക്കും എന്ന് പ്രസംഗിക്കുന്ന ആളാണ് ഇവർ ക്ലിപ്പിട്ട് നടന്നു. നിങ്ങളുടെ ക്ലിപ്പുകളുണ്ടല്ലോ, നിങ്ങൾ മുറിച്ചെടുക്കുന്ന ക്ലിപ്പുകൾ, ഈ ക്ലിപ്പുകളുടെ മുഴുവനും ഗതി തങ്ങളെ പോലെ ഓരോരുത്തരെങ്ങനെ നേരിട്ട് കിട്ടണം. അതാണ് ഞങ്ങൾ കൊച്ചി പരിപാടി വെച്ചത്. ഒരുത്തരും ഞങ്ങളുടെ മുന്നിൽ വന്ന് ചോദ്യം ചോദിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. മനസ്സിലാക്കിക്കോ. വെല്ലുവിളിച്ചു. ഞങ്ങൾ അകത്ത് പരിപാടി വെച്ചതുകൊണ്ടാണ് മുമ്പ് ചോദിക്കാത്തതെന്ന്. പുറത്ത് പരിപാടി വെച്ചാൽ ചോദിക്കും. ഈ സമൂഹത്തെ ക്ലിപ്പ് മുറിച്ചും അല്ലാതെയും പിഴപ്പിക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആദർശഗോതയിൽ വൈജ്ഞാനികമായ പോരാട്ടം ഞങ്ങൾ നടത്തുന്നത്. മനസ്സിലാക്കണം. ഇവിടെ ചോദ്യം ഉന്നയിച്ചപ്പോൾ പോലും CM മൗലവി എഴുതിയ ഈ ഉദ്ധരണി നാളിതുവരെ മർക്കസുത്താഴയിൽ ആളുകൾ തിരുത്തിയിട്ടുണ്ടോ? എന്നിട്ട് വേണ്ടേ നിങ്ങൾ ഈ കേനമിന്റെ മേൽ കുതിര കയറാൻ എന്ന് ചോദിച്ച ചോദ്യത്തെ അടർത്തിയെടുത്ത് CM മൗലവിയുടെ ഉദ്ധരണി വായിക്കുന്നത് അനസിന്റെ അഖീദയായിട്ട് പഠിപ്പിക്കുന്ന ആളുകൾ, വിശ്വസിക്കുന്ന ആളുകൾ എന്ന് മാത്രമല്ല, അത് ആരോ ഒരു സാധു ഇട്ടുകൊടുത്ത ക്ലിപ്പാണ് ജാബിർ കേട്ടതെന്ന് ഞാൻ മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ ഇത്തരം ഒരു മണ്ടത്തരം എന്റെ മുന്നിൽ വന്ന് ജാബിർ ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത്രമാത്രം ബോധമില്ലാത്ത ആളല്ലല്ലോ. അതുകൊണ്ട് ആരോ ഇട്ടുകൊടുത്ത ക്ലിപ്പ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഞാനിത് വെറുതെ കഴിഞ്ഞ ദിവസം കൊച്ചിയിലേക്ക് വേണ്ടി എടുത്തു വെച്ച ഫയലാ. പക്ഷെ അത് പുളിക്കലാണ് ഉപകരിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. ഇനിയും കുറെ സാധനം ഉണ്ട് വരാൻ.